നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എൻജിഎയിൽ വൻ അഴിച്ചുപണിക്ക് സാധ്യതയെന്ന് സൂചന. അതായത് കേന്ദ്ര സർക്കാരിനെ വലിയ രീതിയിൽ പിടിച്ചുലയ്ക്കുന്ന ഒരു പ്രക്ഷോഭം തന്നെയാണ് ഡൽഹിയിൽ അരങ്ങേറുന്നത്. ഈ സാഹചര്യത്തിൽ വലിയൊരു അഴിച്ചുപണിയിലേക്ക് നീങ്ങുന്നുവോ എന്ന ചോദ്യം ഉയരുന്നു. 40-ലധികം ഉദ്യോഗസ്ഥരെ മാറ്റിയേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് രാത്രി ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന സൂചനകളും പുറത്തുവരികയാണ്. CJP സമരം ശക്തമാകുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാർ എൻജിഎയിൽ അഴിച്ചുപണി നടത്തുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങൾ പ്രചരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ സർക്കാർ നിലപാട് പ്രഖ്യാപിക്കാനിരിക്കെയാണ് പുതിയ സംഭവവികാസങ്ങൾ. രാജി ഒഴികെയുള്ള ആവശ്യങ്ങൾ തൽക്കാലം പരിഗണിക്കാമെന്നാണ് CJP നേതാക്കളുമായുള്ള ചർച്ചയിൽ മന്ത്രിതല സമിതി അറിയിച്ചത്. അതായത് ഇത്തരത്തിൽ ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയാണെങ്കിൽ അത് വീണ്ടും മറ്റ് സമരങ്ങളിലേക്ക് അല്ലെങ്കിൽ വീണ്ടും അത് തലങ്ങളിലേക്ക് നയിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ രാജി ആവശ്യം അംഗീകരിക്കില്ല എന്നൊരു സൂചനയാണ് കിട്ടുന്നത്. രാജി ഇല്ലെങ്കിൽ ഒത്തുതീർപ്പില്ലെന്ന് CJP പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ കഴിഞ്ഞ ദിവസം ചർച്ച തീരുമാനമാകാതെ പിരിയുന്ന സാഹചര്യമുണ്ടായി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് തുടർച്ചയായ 5-ാം ദിവസവും പ്രതിപക്ഷം പാർലമെന്റ് കഴിഞ്ഞ ദിവസം സ്തംഭിപ്പിക്കുകയുണ്ടായി. അതേസമയം കേന്ദ്രമന്ത്രിമാർ സോഷ്യൽ മീഡിയയിലെ സാന്നിധ്യം ശക്തമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശം. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ച് ജനങ്ങളുമായുള്ള ആശയവിനിമയം കൂടുതൽ ഊർജിതമാക്കണമെന്ന നിർദ്ദേശമാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. എത്ര പേർ ഇൻസ്റ്റഗ്രാം സജീവമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് മന്ത്രിമാരോട് ചോദിച്ച പ്രധാനമന്ത്രി ഈ പ്ലാറ്റ്ഫോമിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം വളരെ വലുതാണെന്നും ചൂണ്ടിക്കാണിച്ചു. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പോസ്റ്റ് ചെയ്യുക മാത്രമല്ല, ഇൻസ്റ്റഗ്രാമിൽ സജീവമായി ഇടപെടലുകൾ നടത്തുകയും യുവജനങ്ങളുമായി നേരിട്ട് സംവദിക്കുകയും വേണമെന്നും അദ്ദേഹം പറഞ്ഞു. പുതുതലമുറയുമായി കൂടുതൽ ഫലപ്രദമായി ബന്ധപ്പെടുന്നതിന് റീലുകളും മറ്റും തയ്യാറാക്കണമെന്നും പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ ഇൻസ്റ്റഗ്രാമിൽ സജീവമാകാൻ മന്ത്രിമാരോട് പ്രധാനമന്ത്രി ക്യാബിനറ്റ് മീറ്റിംഗിൽ വെച്ച് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് അഭിജിത് ദീപ്കയുടെ പ്രതികരണം. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കുള്ള പ്രധാനമന്ത്രിയുടെ പരിഹാരം ഇതാണോ എന്നായിരുന്നു CJPയുടെ ചോദ്യം. എല്ലാ മന്ത്രിമാരും ഇൻസ്റ്റഗ്രാമിൽ സജീവമാകണം, ഇൻസ്റ്റഗ്രാം റീൽസ് ചെയ്യണം, ട്വിറ്ററിൽ മാത്രമായി ഒതുങ്ങരുത്. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കണ്ടെത്തിയ പ്രശ്ന പരിഹാരമെന്നും അഭിജിത് ദീപ്കയുടെ പരിഹാസം. കഴിഞ്ഞ ദിവസം വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ പ്രധാനമന്ത്രി ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരുടെ എണ്ണം 102 മില്യനായി. മാത്രമല്ല ഇതിന് പിന്നാലെ മറ്റൊരു വീഡിയോ കൂടി പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് 2ഓളം വീഡിയോകളാണ് അദ്ദേഹം പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പങ്കുവച്ചത്. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം. അസാധാരണമായ സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി അത്തരത്തിൽ വലിയ രീതിയിൽ വാർത്താ സമ്മേളനം നടത്താറില്ല. രാജ്യത്തെ അഭിസംബോധന ചെയ്യാറുള്ളത് ചെറുതായിട്ടാണ്. ഇനി രാജ്യത്തെ നടുക്കിയ പല സംഭവങ്ങളുണ്ടായിട്ടും അദ്ദേഹം അത്തരത്തിൽ പ്രതികരണം നടത്തിയിട്ടില്ല. പക്ഷേ ജൻസി പ്രക്ഷോഭത്തിന് മുന്നിൽ പ്രധാനമന്ത്രി വീണു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. എന്തായാലും ആ പ്രശ്നത്തെ വളരെ ഗൗരവകരമായി തന്നെ പ്രധാനമന്ത്രി എടുക്കുകയും അദ്ദേഹം ഈ പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. മെനിഞ്ഞാന്ന് ഒരു വീഡിയോ ഇട്ടിരുന്നു. പിന്നാലെ ഇന്നലെയും ഒരു വീഡിയോ അദ്ദേഹം പങ്കുവച്ചിരിക്കുകയാണ്. എന്താണ് പുതിയ വീഡിയോയിൽ പറയുന്നത് വിശദമായി നോക്കാം. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള സർക്കാരിൻ്റെ നടപടികൾ വ്യക്തമാക്കി ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹം വീഡിയോ പങ്കുവയ്ക്കുകയായിരുന്നു. ആദ്യ വീഡിയോയ്ക്ക് മികച്ച പ്രതികരണമാണ് കിട്ടിയത്. വെള്ളിയാഴ്ച രാത്രിയാണ് ഇൻസ്റ്റഗ്രാമിൽ 2ാമത്തെ വീഡിയോ അദ്ദേഹം പോസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ രാത്രി നിങ്ങളെ നേരിൽ കാണാൻ അവസരം കിട്ടി. ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്കുള്ള നിങ്ങളുടെ പ്രതികരണത്തിന് നിർദ്ദേശങ്ങൾക്ക് നന്ദി എന്നായിരുന്നു പുതിയ വീഡിയോയിൽ മോദി പറഞ്ഞത്. കേന്ദ്രമന്ത്രിമാർ ഇൻസ്റ്റഗ്രാമിൽ സജീവമാകണമെന്ന് നേരത്തെ മോദി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്ത് പ്രധാനമന്ത്രി എത്തിയത്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മോദി പുതിയ വീഡിയോയും ആരംഭിച്ചത്. ഒപ്പം വീഡിയോയുടെ അവസാന ഭാഗത്ത് എന്നോടുള്ള നിങ്ങളുടെ സ്നേഹം നിലനിൽക്കും, ഞങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമാകും, നന്ദി സുഹൃത്തുക്കളെ എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ പ്രതികൾക്കെതിരെ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ കൂടുതൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് നേരത്തെ മോദി വ്യക്തമാക്കിയിരുന്നു. ചോദ്യപേപ്പർ ചോർച്ച കേസുകൾ കൈകാര്യം ചെയ്യാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കുമെന്ന് ഡൽഹി ഹൈക്കോടതി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മോദിയുടെ വീഡിയോ സന്ദേശം എത്തിയത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് തെരുവിൽ പ്രതിഷേധത്തിലുള്ള വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് വ്യാഴാഴ്ച പാതിരാത്രിയിലാണ് പ്രധാനമന്ത്രി ആദ്യ വീഡിയോ സന്ദേശം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. ഒറ്റ രാത്രി കൊണ്ട് നരേന്ദ്രമോദിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ 10 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് കൂടി. ഇതോടെ പ്രധാനമന്ത്രിയുടെ ആകെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിന്റെ എണ്ണം 102 മില്യൺ കടന്നു. തന്റെ വീഡിയോയ്ക്ക് കിട്ടിയ ജനപ്രീതി ചൂണ്ടിക്കാണിച്ചാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമന്ത്രി മന്ത്രിമാർക്കും MP മാർക്കും നിർദ്ദേശം നൽകിയത്. വികസന വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനു പകരം റീലുകളും തത്സമയ സംവാദങ്ങളും
വഴി പുതിയ തലമുറയുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കാൻ മന്ത്രിമാരോടും എംപിമാരോടും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. വിവാദമായ നീറ്റ് UG 2026 ചോദ്യപേപ്പർ ചോർച്ചയെ ചൊല്ലി ഡൽഹിയിലെ ജന്തർ മന്ദറിൽ CJP പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് രാജ്യത്തെ യുവാക്കളുടെ ക്ഷേമവും ഭാവിയുമാണ് സർക്കാരിന്റെ ഏറ്റവും വലിയ മുൻഗണനയെന്ന് പ്രധാനമന്ത്രി ഉറക്കെ പ്രഖ്യാപിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾക്കിടയിൽ യുവാക്കളുടെ ക്ഷേമത്തിനാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്നും ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് വേഗത്തിൽ ശിക്ഷ ഉറപ്പാക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് വേഗത്തിലും കർശനവുമായ ശിക്ഷ ഉറപ്പാക്കും. നമ്മുടെ യുവാക്കളുടെ ക്ഷേമത്തെക്കാളും ഭാവിയെക്കാളും പ്രാധാന്യമുള്ള മറ്റൊന്നുമില്ല. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് വേഗത്തിലും കർശനമായി ശിക്ഷ ഉറപ്പാക്കും. അതിനായി അതിവേഗ കോടതികൾ ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ എല്ലാ നടപടികളും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഞങ്ങൾ സ്വീകരിച്ചു പോരുന്ന തുടർച്ചയായ നടപടികളുടെ ഭാഗമാണിത്. നമ്മുടെ യുവാക്കളുടെ ഭാവി വെച്ച് കളിക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ല എന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയതിനു ശേഷം നീറ്റ് UG 2026 വിവാദത്തിൽ നടത്തിയ ആദ്യ പ്രതികരണത്തിൽ ചോദ്യപേപ്പർ ചോർച്ചയെ ഘോര പാപമെന്നായിരുന്നു പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. ഉത്തരവാദികളായവർ കർശനമായ ശിക്ഷ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭാവിയിൽ ചോദ്യപേപ്പർ ചോർച്ച സംഭവിക്കാതിരിക്കാൻ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ സംസ്ഥാന സർക്കാരുകളും കേന്ദ്രവും കൈകോർക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇത് കക്ഷി രാഷ്ട്രീയത്തിന്റെ വിഷയമല്ല, മറിച്ച് ദേശീയ താൽപര്യമുള്ള കാര്യമാണെന്നും കേന്ദ്രമന്ത്രിമാർ വ്യക്തമാക്കുകയുണ്ടായി.